ജോർജിയയിൽ വിഷവാതകം ശ്വസിച്ച് 11 ഇന്ത്യക്കാർ മരിച്ചു. ഗുദൌരിയിലെ ഇന്ത്യൻ ഹോട്ടലിലെ ജീവനക്കാരാണ് മരിച്ചവർ. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. MG മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ മരിച്ച ഇന്ത്യക്കാർ അവർ എവിടെ നിന്നുള്ളവരാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? രേണുക, ഇപ്പോൾ ജോർജിയയിലെ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വിഷവാതകം, അതായത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമികമായി അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ റിസോർട്ടിലുള്ള ഗുദൌരിയിലെ ഈ റിസോർട്ടിലെ ഒരു ഇന്ത്യൻ ഹോട്ടലിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. 12 പേരാണ് മരിച്ചിരിക്കുന്നത്. അതിൽ 11 പേർ ഇന്ത്യക്കാരും ഒരാൾ ജോർജിയൻ പൗരനുമാണ് എന്ന് അവിടുത്തെ ഇന്ത്യൻ എംബസിയാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒപ്പം തന്നെ മറ്റേതെങ്കിലും കാരണങ്ങളാണോ ഈ ഒരു മരണകാര്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. പിടിവലികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങളോ ഉണ്ടായതായി അവിടെ നിന്ന് കണ്ടെത്താനായിട്ടില്ല എന്നാണ് ജോർജിയയിലെ ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന വിവരം. അത് കേന്ദ്രീകരിച്ച് അവിടെ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ 12 പേരാണ് മരിച്ചത്. ആ റൂമിൽ രണ്ടാമത്തെ നിലയിലായിരുന്നു, റിസോർട്ടിലെ വിശ്രമ മുറിയിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. ഉറങ്ങുകയായിരുന്നു ഈ 12 പേരെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇവർ 12 പേരെയും മരിച്ച നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്ത്. ആ റൂമിൽ കഴിഞ്ഞ ദിവസം ഒരു പവർ ജനറേറ്റർ കൊണ്ടുവന്നിരുന്നു. വൈദ്യുതി തടസ്സത്തെ തുടർന്നായിരുന്നു ഈ പവർ ജനറേറ്റർ എത്തിച്ചത്. ഈ പവർ ജനറേറ്ററിൽ നിന്നാണോ ഈ കാർബൺ മോണോക്സൈഡ് വിഷവാതകം വന്നത് എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ളൊരു വിവരമുണ്ട്. അത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ വൈദ്യുതി തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതേ തുടർന്നാണ് ഈ വിശ്രമമുറിക്ക് അരികിലായി ഒരു പവർ ജനറേറ്റർ സ്ഥാപിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് സ്ഥാപിച്ചത്. അതിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ വിഷവാതകം പുറത്തേക്ക് വരികയും ആ വിഷവാതകം ശ്വസിച്ചാണ് ഇവർ മരണപ്പെട്ടത് എന്നുള്ള ഒരു പ്രാഥമിക വിവരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ മറ്റേതെങ്കിലും തരത്തിലാണോ മറ്റേതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പിടിവലികളോ മറ്റ് അക്രമ സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായതായിട്ടുള്ള ഒരു അറിവും ഇതുവരെയുള്ള പരിശോധനയിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും ഫോറൻസിക് വിദഗ്ധരടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഇവർ എവിടെ നിന്നുള്ളവരാണ്, അതായത് ഇന്ത്യക്കാരാണ് എന്ന് മാത്രമായിട്ടുള്ള ഒരു സ്ഥിരീകരണം മാത്രമാണ് ഉള്ള ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഏത് സംസ്ഥാനത്ത് നിന്ന് ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വിദേശകാര്യ മന്ത്രാലയത്തിന്റേതായിട്ടുള്ള എന്തെങ്കിലും സ്ഥിരീകരണം ഈ വിഷയത്തിൽ വരുന്നുണ്ടോ മിഥുൻ? മാത്രവുമല്ല, ഈ കൊലപാതകം ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു എന്ന് വരുമ്പോൾ ഇതിൽ ദുരൂഹതകളുണ്ട് എന്ന് അധികൃതർ സംശയിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നതനുസരിച്ച് 11 പേർ മരിച്ചവരിൽ 20 ഇന്ത്യക്കാർ തന്നെയാണ് എന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഏത് സംസ്ഥാനക്കാരാണ് എന്നുള്ള കാര്യമോ അല്ലെങ്കിൽ അവരുടെ പേര് വിവരങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാൻ ഇടയില്ല. മുൻകാലങ്ങളിലൊന്നും തന്നെ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏരിയ അല്ല എന്നാണ് ഈ ജോർജിയയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരിക്കുന്നത്. അതനുസരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇവർ തമ്മിൽ ഏതെങ്കിലും തർക്കമുണ്ടായിട്ടുണ്ടോ എന്നുള്ള അക്രമമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ വൈദ്യുതി തടസ്സം ഉണ്ടായതിനെ തുടർന്ന് എത്തിച്ച പവർ ജനറേറ്റർ, അതിൽ നിന്നുള്ള വിഷവാതകം തന്നെയാകാം ഈ ഒരു മരണത്തിനിടയാക്കിയത് എന്ന് തന്നെയാണ് പ്രാഥമികമായി നിഗമനത്തിലേക്ക് എന്തായാലും അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. വിശദമായ പരിശോധനകൾ ഇപ്പോൾ തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ മരണത്തിനിടയാക്കിയത് നടക്കുമുള്ള കാര്യത്തിലൊരു വ്യക്തത വരും. എന്തായാലും ഇവരുടെ പേര് വിവരങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നമുക്കറിയാം, ഗുദൌരിയിൽ നിരവധി ഇന്ത്യക്കാർ വസിക്കുന്ന മേഖലയാണ്, നിരവധി ഇന്ത്യക്കാർ ഉള്ള ഒരു രാജ്യമാണ് ജോർജിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ മലയാളികളടക്കം ഉൾപ്പെട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നമുക്കിനി അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇന്ത്യൻ എംബസി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 11 പേർ ഇന്ത്യക്കാർ തന്നെയാണ് മരിച്ചതെന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ശരി, MG മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.